ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോ മെസ്സേജുകൾ തരുന്നുണ്ട്. അത് മെസ്സേജുകൾ ചിലപ്പോൾ അത്ര പെട്ടെന്ന് മനസ്സിലായി വരില്ല അല്ലേ. നമ്മളത് പിന്നെ ആലോചിച്ച് എന്തായിരിക്കും ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അപഗ്രഥിച്ചിട്ടാണ് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ കണ്ടിട്ട് പോയിട്ട് ഒരു 6-7 മാസത്തെ ഗ്യാപ്പായി. അതിനിടയ്ക്ക് ചില സന്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ചിലതൊക്കെ ഡീകോഡ് ചെയ്തു, ചിലത് ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ആധ്യാത്മികത പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് മലയാളം കിട്ടാത്ത, ഏതായാലും ഭഗവാൻ ഒരു അടയാളം കാണിക്കുന്നു. അടയാളം എന്താണെന്ന് നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് ധ്യാനം ചെയ്ത് മനനം ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ എന്താണ് പുതുതായി ഭഗവാൻ അങ്ങയോട് പറയുന്നത്? നമ്മളിപ്പോ അത് പറഞ്ഞപ്പോൾ ആധ്യാത്മികത പറഞ്ഞാലും നമ്മളിത് സംസാരിക്കും മോക്ഷത്തെ കുറിച്ചൊന്നല്ല. അതെ, നമ്മള് ശരിക്കും നമ്മുടെ ഈ 23ാമത്തെ എപ്പിസോഡാണിത്. ഇതിനകത്ത് നമ്മൾ സത്യത്തിൽ പറഞ്ഞ ആധ്യാത്മികതയേക്കാൾ കൂടുതൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമല്ല, ലോകത്ത് നടക്കുന്നത് എന്താണ്, അത് ഭഗവാൻ എന്താണ് പറയുന്നത്. അതും അത്ഭുതം എന്ന് പറയുന്നത്, നമ്മൾ ഈ ലോകത്ത് ഒരുപാട് ഈ പ്രവചനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവരിപ്പോൾ വലിയ സുനാമി ഉണ്ടാവും എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ ഒരു പുതിയ ഭരണമാറ്റം ഉണ്ടാവും എന്ന് പറയുന്നവർ, അവരെ ഒരു നിശ്ചിത സമയത്ത് ഇത്രാം തീയതി ഇന്ന് സംഭവിക്കുമെന്ന് പറയുന്നു. അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷേ ആളുകൾക്ക് വിശ്വസിക്കാൻ എളുപ്പമല്ല. ഡോളറിന് ഇടിവുണ്ടാകും, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഉണ്ടാവും, റഷ്യ ആയിരിക്കും ഒരുപക്ഷെ അതിൻ്റെ ഒരു പങ്കാളിത്തം വഹിക്കാൻ പോകുന്ന, ഒരു കാർമ്മികത്വം വഹിക്കാൻ പോകുന്ന രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട്, മാത്രമല്ല നമ്മളൊരു വലിയ സൂപ്പർ പവറായിട്ട് മാറും, ഇന്ത്യൻ ഡീപ് സ്റ്റേറ്റ് ഉണ്ടാവും, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയും. നമ്മുടെ കൺമുന്നിൽ ഇതെല്ലാം നടന്നു. അപ്പോൾ ഒരു പ്രവചനമുണ്ട്. പ്രവചനം ഒരു പ്രവചനക്കാരനെ പോലെ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതെ, അതിൽ പ്രവചനം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരു കാര്യം തീരുമാനിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ആ ചെയ്യിക്കുമ്പോൾ ഇന്ന റിസൾട്ട് എന്ന് കിട്ടും. അപ്പോൾ അതിൽ പ്രവചനമുണ്ട്, പക്ഷെ ആ ചെയ്യണതിലാണ് റിസൾട്ട് വരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ എല്ലാ ദിവസവും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എനിക്ക് ഒരു ദിവസം ഒരു 100 കോളെങ്കിലും വരും. വാട്സപ്പ് സന്ദേശം എത്രയാണെന്ന് അറിയില്ല, എനിക്ക് നോക്കാൻ പറ്റാത്തത്ര വരുന്നുണ്ട്. അതിൽ ഞാൻ കഴിയുന്നത്ര പേരെ തിരിച്ചു വിളിക്കും. അങ്ങനെ തിരിച്ചു വിളിക്കുന്നതിൽ ഞാൻ ഒരു ദിവസം 25-30 പേരെങ്കിലും വിളിക്കും. അതിലൊരു 10 പേരെങ്കിലും എല്ലാം കുറിച്ച് പറയുന്നുണ്ട്. അവർ പറയുന്നത് എന്തറിയോ, അതായത് നിങ്ങൾ ഇന്നലെ ഈ 1 വർഷമായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് ഇതിനോട് കൂടുതൽ അടുപ്പം വരുന്നു, ഇത് ഭഗവാന്റെ സാന്നിധ്യമാണ് LMRKയിലുള്ളതെന്ന് അവർ പറയുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ട് വെറുതെ ആളുകളെ ഈ ഒന്നുമില്ലാത്ത ശൂന്യമായ പാത്രത്തിൽ ഒരു ആപ്പിൾ എടുത്ത് കാണിച്ചിട്ടല്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും പ്രത്യേക പൂജാവിധികൾ നടത്തിയേക്കാം എന്ന് പറഞ്ഞിട്ടല്ല. നമ്മൾ പറയുന്നു, അത് അവരുടെ മുന്നിൽ ഒരു സിനിമയിൽ പോലെ നടന്നുകൊണ്ട് ലോകമാകുന്ന വേദിയിൽ നടന്നുകൊണ്ടിരിക്കുക. അതാണ് എനിക്ക് തോന്നുന്നത് രജിത് ജിക്ക് വലിയ സ്വീകാര്യത കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, LMRK എഫക്ട് എന്നുള്ളൊരു വാക്കുണ്ട്. അതെ, LMRK എഫക്ട്, എക്സാക്ട്ലി. ഒരുപാട് വീഡിയോയുടെ കീഴിൽ കമന്റ് ഉണ്ട്. LMRK എഫക്ട്. അതെ, ഈ LMRKയുടെ വീഡിയോയിലല്ല, ജിയോ പൊളിറ്റിക്സിൽ പറയുന്ന, ഈ അടുത്തിടയ്ക്ക് തന്നെ ചൈനയെക്കുറിച്ച് ഞാനൊരു വീഡിയോയുടെ താഴെ LMRK എഫക്ട് എന്ന് എഴുതിയിരുന്ന ആളെ കണ്ടു. ഒരുപാട് കാലമല്ല ഈ ജിയോ പൊളിറ്റിക്സ് പറയുന്നുണ്ട്. ആ ഡീലൊക്കെ അപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, അതിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. നമ്മൾ അന്ന് പറഞ്ഞു 2021 സ്കന്ദഭാരത മഹായാഗം ചെയ്ത് ഭൂമിക്കടിയിൽ നിന്നുള്ള നിധികൾ കിട്ടാനാണ് ഭാരതത്തിന് അങ്ങനെ സമ്പൽ സമൃദ്ധിയാണ്. ഈ അടുത്തുള്ള വാർത്തകൾ നോക്കി, ഇനി ഒരുപാട് വാർത്തകൾ നമ്മൾ സംസാരിക്കാൻ പറഞ്ഞു. ഇനി അങ്ങനത്തെ ഒരുപാട് വാർത്തകൾ ഭൂമിക്കടിയിൽ നിന്ന് ഭാരതത്തിൽ, ജമ്മുവിൽ ലിഥിയത്തിന്റെ ശേഖരം കണ്ടുപിടിച്ചു, പല സംസ്ഥാനങ്ങളിൽ സ്വർണ്ണത്തിന്റെ, ഒഡീഷയിൽ ഇപ്പൊ ലേറ്റസ്റ്റ്, നമ്മുടെ കൊല്ലത്ത് പോലും എണ്ണ കണ്ടെത്തി. ഈ അടുത്തുണ്ടായതാ. കുറച്ച് നാൾ നമ്മൾ സംസാരിച്ച ശേഷം ഇതിന് ശേഷം തന്നെ എത്ര വന്നു എന്നറിയില്ല. അപ്പൊ ഇതിന് കീഴിലൊക്കെ വന്നിട്ട് LMRK എഫക്റ്റ് എന്ന് ഒരുപാട് പേര് പറയും. ഇന്ന് ഞാൻ ഇന്റർവ്യൂവിന് വരാൻ പോലും കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു നല്ലൊരു സ്വീകാര്യത ഭാവം സാധിച്ചിട്ട് LMRKക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പലരും എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഇന്റർവ്യൂസ്, അതായത് ഭാരതത്തിനെ സ്നേഹിക്കുന്ന ദേശസ്നേഹികളുടെ അവര് ഭാരതത്തിലെ കാര്യങ്ങൾ ആലോചിച്ച് ആശങ്കപ്പെടുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ട് ഒരു ആശ്വാസം കിട്ടാറുണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയോ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യും. അപ്പൊ ഇപ്പൊ ഒരുപാട് പേര് ഈ അമേരിക്കയുടെ താരിഫ് റേറ്റിന്റെ കാര്യത്തിൽ ആശങ്കപ്പെടുത്തുന്ന വീഡിയോകളായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ GDP തകരും, തൊഴിലില്ലായ്മ വരും, അമേരിക്കനെ നമുക്ക് തൊടാൻ പോലും പറ്റില്ല, അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിലും പ്ലാൻ ചെയ്യാം, അവരുടെ അപ്രാമത്തെ അംഗീകരിച്ചു കൊടുത്ത് ജീവിച്ചു പോവുക എന്നുള്ളതാണ് ബുദ്ധി എന്നുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസ് വരും. അപ്പൊ അത്രയും ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുക, എന്തെങ്കിലും സംസാരിക്കുക, നമുക്കൊരു ധൈര്യം കിട്ടാനാണ്. അതാണ് ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് അങ്ങയുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കാൻ ഭഗവാനെ പ്രാർത്ഥിച്ചു വന്നു. അപ്പൊ അത് നമ്മുടെ ഒരു വാക്കിന് ഭഗവാന്റെ വാക്കായിട്ട്
ആളുകൾ കരുതുന്നുണ്ട്. കാരണം അതിന് കരുതുന്നത് നമ്മൾ മാജിക്കൊന്നും കാണിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞ പോലെ ലോകാക്രമം മാറി വരുന്നത് കൊണ്ടാണ്. അവിടെയാണ് ഞാൻ ഇന്ന് വന്ന് സംസാരിക്കാൻ കാരണം. ഒരു പേടിയും വേണ്ട, അവര് പലതും ചെയ്യും, അത് ചെയ്തോണ്ട് ഈ ഒരു കൊല്ലം ചെയ്യും. പക്ഷെ അതിനേക്ക് അതിജീവിക്കാനുള്ള കരുത്ത് ഭഗവാൻ ഭാരതത്തിന് കൊടുക്കും, ഭാരതത്തിന് ഭരണാധികാരികൾക്ക് കൊടുക്കും. മുരുകസേനയുടെ പവർ ഭാരതത്തിന്റെ സേനയ്ക്ക് ഉണ്ടാവും. ഇതൊക്കെ നേരിട്ട് ഭാരതം വൻ വിജയത്തോടു കൂടി ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആവും ഈ ഒരു കൊല്ലം നമുക്ക് കാണാം. ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട്. നന്നായി. ഏതായാലും നമുക്ക് എന്താണ് ഭഗവാന്റെ പുതിയ മെസ്സേജുകൾ എന്താണ്? അപ്പൊ അതിലേക്ക് കടക്കുമ്പോൾ നമ്മള് 2-3 കാര്യങ്ങൾ സംസാരിക്കും. നമ്മൾ ഏലിയൻസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഏലിയൻസിന്റെ ഒരുപാട് വാർത്തകൾ അങ്ങനെ സ്വീകരിച്ച് കഴിഞ്ഞ് അങ്ങനെ അവർ പ്രത്യക്ഷപ്പെടുന്നു. ഈ അടുത്തും വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് നവംബറിൽ ഒരു ഇത് വരുന്നു എന്ന് പറഞ്ഞു. അതെ, നമ്മുടെ ഒരു ആസ്ട്രോയിഡുകളുടെ അപ്പുറത്ത് നിന്ന് ഒരു സാധനം വന്നുകൊണ്ടിരിക്കുക, അതിവേഗം വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ വാർത്തകൾ വരുന്നുണ്ട്. അതൊരു ബഹിരാകാശ പേടകമാണെന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരും ഉണ്ട്. പഠിക്കണം, അതിനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ട് വരുമ്പോ ഒരു കാര്യം കൂടി ഞാൻ ആരും പറയാത്ത കാര്യം എന്ന് പറയാണ്. നമ്മൾ ഏലിയൻസിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ എവിടേക്കാണ് വരിക? ആകാശത്തേക്കല്ല വരിക. ആകാശത്ത് നിന്ന് അത് മാത്രമാവണമെന്നില്ല. കടലും ഇമ്പോർട്ടൻ്റ് ആണ്. കടലിൻ്റെ അടിയിൽ വേറൊരു ഡൈമെൻഷനിലായിട്ടുള്ള കണക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. സമുദ്രത്തിനടിയിൽ വാം ഹോൾ എന്ന് പറയുന്നതിൻ്റെ നമ്മളുടെ ആ ഒരു സയൻസ് അംഗീകരിച്ചിട്ടുള്ളതും കണ്ടുപിടിക്കാത്തുള്ള ആ ഒരു സംഭവത്തിനുള്ള സാധ്യതകളുണ്ട്. ഇനി അത്ര വാർത്തകൾ കടലിൻ്റെ അടിയിൽ നിന്ന് വരാനുള്ള അല്ല. വേം ഹോൾസ്, ബ്ലാക്ക് ഹോൾസ് എന്നൊക്കെ പറയുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. ഇത് സയൻസ് പറയുന്നത് മറ്റൊരു പ്രപഞ്ചത്തിലേക്ക്, മറ്റൊരു ഡയമെൻഷനിലേക്കുള്ള വാതിലാണ് വേം ഹോളും ബ്ലാക്ക് ഹോൾസുകളും എന്നൊക്കെ തിയറിയുണ്ട്. അത് കടലിൻ്റെ അടിയായിട്ട് ബന്ധപ്പെട്ട് ഇനി അത്ര വാർത്തകൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ അവസാനമാണ് ഈ ഏലിയൻസിന്റെ വരും. അത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, ഈ കടലിൽ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലുള്ള കടൽ മുഴുവൻ മനുഷ്യൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ സുധാംശു ശുക്ല സ്പേസിൽ പോയിട്ട് വന്നു. നമ്മളിപ്പോൾ കടലിനടിയിലേക്ക്, ആകാശത്തേക്ക് പോയ കടലിനടിയിലേക്ക് ഒരു വലിയ ദൗത്യം ഇന്ത്യ നടത്താൻ പോവാണ്. അതിന്റെ വാർത്തകളും കഴിഞ്ഞ ദിവസം വന്നു. ഈ ശ്രീലങ്കയിൽ ട്രിങ്കോമാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമായിട്ട് വരും ഫ്യൂച്ചറിൽ. അതെന്താണ് ട്രിങ്കോമാലി? ആ കടലെടുക്ക് അതൊക്കെ കുമാരികാണ്ഡത്തിന്റെ ഭാഗമായിട്ടിരുന്ന കടലെടുക്കാണ്. പക്ഷെ ഒരു പക്ഷേ നാളത്തെ ചില റിസർച്ചിലൊക്കെ അത് കുറച്ച് വാർത്തകൾ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട്. കാരണം ഈ കുമാരികാണ്ഡത്തിന്റെ ഏരിയയിൽ നിന്ന് ഇത്ര കടൽ എടുക്കുന്ന ഇത്ര ന്യൂസുകൾ ഞാൻ മുമ്പ് നമ്മൾ സംസാരിച്ചു. കടലെടുക്കുന്ന വല്ല നിധികൾ കിട്ടിയ സമയം അതിനുശേഷമാണ് കൊബാൾട്ടിന്റെ വാർത്ത വന്നത്. ഇനി ഏലിയൻസിനെ സംബന്ധിച്ചുള്ള സാധ്യത ഈ കുമാരികാണ്ഡത്തിന്റെ കടലെടുക്കിന്റെ ഭാഗത്തുനിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരം ചില മെസ്സേജുകൾ മുഴുവനായിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ മുഴുവൻ പറയാത്തത്. സ്കന്ദലോകം അതിലൊരു എൻട്രൻസിലാണ് നിൽക്കുന്നത്. എന്താണ് സ്കന്ദലോകം എന്ന് പറഞ്ഞാൽ? ഭഗവാന്റെ ലോകം. അതിനെ കുറിച്ച് കൂടുതൽ ഭഗവാന്റെ ലോകം വേറെ ഉണ്ടോ ഇതല്ലാതെ? അത് കൂടുതൽ ഞാൻ ഇപ്പൊ പറയാൻ പറ്റില്ല, ഫുള്ളായിട്ടാ പറയാൻ പറ്റുള്ളൂ. സ്കന്ദലോകത്തിനെ കുറിച്ച് കാളിദാസൻ എഴുതിയിട്ടുണ്ട് മേഘസന്ദേശത്തിൽ, ഉജ്ജയിനിൽ ഇരുന്നു കൊണ്ട്. പക്ഷെ അതിനെ കുറിച്ച് കൂടുതൽ പിന്നെ ഫുള്ളായിട്ട് പറയാം. പക്ഷെ അതിൻ്റെ ഒരു കണക്ട് ചെയ്തിട്ടുള്ള കുറെ മെസ്സേജുകളും കാര്യങ്ങളാണ്. അതാണ് ഇപ്പൊ തുടർച്ചയായിട്ട്. എന്തെങ്കിലും യാത്രയുണ്ടോ ഇത്തരം യാത്രകൾ? ഈ ഇപ്പൊ പോണത് തായ്വാനിലേക്ക് പോകുന്നുണ്ട്. തായ്വാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആറുപട വീടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്ന ആറുപട വീടല്ല കുമാരികാണ്ഡത്തിന്റെ. അതിലിപ്പോ മുമ്പ് ഉണ്ടായിരുന്നത് ആസ്ട്രേലിയ ഒന്നുണ്ടായിരുന്നു, ഉജ്ജയിൻ ഉണ്ടായിരുന്നു, ആഫ്രിക്കയിലെ റീയൂണിയൻ ഐലൻഡ് ഉണ്ടായിരുന്നു. പിന്നെ അത് പറഞ്ഞ 2019 എനിക്ക് കിട്ടിയതാ, പിന്നെ കിട്ടിയിട്ടില്ല ബാക്കിയുള്ള 3. അതിലടുത്ത ആറുപട വീട് തായ്വാന്റെ കടലെടുക്കാണ്. അപ്പൊ അവിടേക്കൊരു യാത്ര പോയിട്ട് ആ കടലിലേക്ക് ഭഗവാനെ പ്രാർത്ഥിക്കണം. അപ്പോ 4ാമത്തെ പട വീട്ടിലേക്ക്, അവിടേക്കാണ് എൻ്റെ അടുത്ത യാത്ര. പിന്നെ ഒരു യാത്രയുള്ളത് യസീദികളുടെ അമ്പലങ്ങളിലേക്കാണ്. യസീദികളുടെ അത് രസമായിട്ടുള്ള സംഭവം ഉണ്ടായി. നമ്മൾ യസീദികളെ കുറിച്ച് സംസാരിച്ചിരുന്നു. യസീദികൾ ഗുരുവാനായിട്ടുള്ള എങ്ങനെ ബന്ധമെന്നും കുമാരികാണ്ഡത്തുനിന്ന് പോയിട്ടുള്ള പിന്തുണക്കാരാണെന്ന് പറഞ്ഞിരുന്നു. മയിലിന്റെ മുകളിലുള്ള മാലാഖിയെ പൂജിക്കണമെന്ന്. എനിക്കൊരു ആഗ്രഹമുണ്ട്, അഗ്നിയാഗത്തിന് അവരെ കൊണ്ടുവരണമെന്ന് നമ്മൾ സംസാരിച്ചു. ഈ അടുത്ത് അങ്ങ് തന്നെ ഒരു വീഡിയോ ചെയ്തു, കാർത്തിക് സ്ഥാൻ എന്ന് പറഞ്ഞത്. നമ്മൾ മാത്രമല്ല ഇംഗ്ലീഷിലൊക്കെ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സംസാരിച്ച അതേ വിഷയം അതിനുശേഷം വലിയ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയാൻ മടിയൊന്നുമില്ല. ആദ്യം ആ വീഡിയോ വന്നത് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിലെ വീഡിയോ നമ്മുടെ ശ്രദ്ധയപ്പെട്ടപ്പോഴാണ് നമ്മളതെടുത്തിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ മലയാളത്തിൽ ചെയ്തു. അത് കാർത്തിക് സ്ഥാൻ, ആ വാക്ക് ഭയങ്കര ഒരു വാക്കായിട്ട് ഫീൽ ചെയ്തു. അത് അവരാണ് സംസാരിക്കണം. യസീദികൾ ആവശ്യപ്പെടുന്നു, അവർക്ക് വേണം കാർത്തിക് സ്ഥാൻ. അപ്പൊ നമ്മൾ സംസാരിച്ചിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് ഇത് നടക്കണത്. അപ്പൊ അവർക്ക് എങ്ങനെ ഒരു സംഭവം അവർക്ക് കണക്ട് ആയി. കാർത്തിക് സ്ഥാൻ ഒരു വാക്ക്
അപ്പൊ അതിന്റെ ടൈം സ്ഥാനമാണ്. അതെ അതെ, അവർക്ക് ആ സാധനം കിട്ടി, സ്പാർക്ക് കിട്ടി. നമ്മൾ സംസാരിച്ച് ഞാൻ പറഞ്ഞു എനിക്കൊരു ആഗ്രഹമുണ്ട് അവരെ കൊണ്ടുവരുന്നത്. അപ്പൊക്ക് അവർക്ക് ആ സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അതിലേക്കൊരു യാത്ര പോകണം. അതിലുള്ളത് 3 സ്ഥലത്താണ് ഉള്ളത്: അർമേനിയ, ജോർജിയ, ഇറാഖ്. ഇതിൽ ഏത് സ്ഥലത്തേക്ക് പോകണം? അർമേനിയൊക്കെ വിസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു യാത്ര, തായ്വാൻ എന്തായാലും പോകും, അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ സ്ഥലത്തേക്കും പോകും. തായ്വാനിൽ പോയിട്ട് ഇതിൽ വേറെ രസമുണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ച് പറയണം. ഈ അടുത്ത കാലത്ത് ഭഗവാൻ എവിടേക്കൊക്കെ വിട്ടിരിക്കണം അറിയാം. കാരണം ഇതൊരു വലിയൊരു സംഭവമാണ് ഇന്ത്യ ചൈനയിലേക്ക്. കാരണം അത് ഓപ്പൺ ചെയ്ത ലോകക്രമം മാറും. പക്ഷെ അത് എളുപ്പമല്ല. കാരണം 2 എതിരാളികള്, വലിയ എതിരാളികള് പരസ്പരം നിൽക്കുക. അവരെന്നെ എതിരാളികളാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ, വേറെ ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് എതിരാളിയെ നിർത്തണം, എന്നാലേ പറ്റും. ഈ അടുത്ത കാലത്ത് തന്നെ ഭഗവാൻ വിട്ട സ്ഥലങ്ങളത് ചൈനീസ് ബോർഡറുകളൊക്കെ. കാരണം അവിടെയൊക്കെ ഇന്നും പ്രാർത്ഥിച്ചു. ഒരു പിറന്നാൾ ദിവസം ധർമ്മശാല, നമ്മുടെ സ്ഥലം ഹിമാചൽ പ്രദേശില്. അടുത്ത പിറന്നാൾ ദിവസം സിക്കിമില് ചൈനീസ് ബോർഡറിൽ. അതിന്റെ ഇടയിൽ ഒരു ദിവസം സ്പിറ്റി വാലിയില് ചൈനീസ് ബോർഡർ. ഈ ലാസ്റ്റ് പിറന്നാൾ ദിവസം അരുണാചൽ പ്രദേശില് ഇന്ത്യ ചൈന ബോർഡറിൽ. ഈ സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ് 2 കൊല്ലമായിട്ട് ഇങ്യാങ് യാഗത്തിന് ശേഷം തുടർച്ചയായിട്ട് ചൈനയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ വിടുന്നത്. അവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് അതിന്റെ ഒരു പവർഫുൾ ഒരു ഇതിലേക്ക് വരാൻ വേണ്ടി ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ തായ്വാനിലേക്കും പോവാണ്. അടുത്ത സൈഡാണ് അത് ശരിക്കും, ചൈനയുടെ അടുത്ത സൈഡ്. അപ്പോൾ ഈ ഇത് കൂടെ തീരുമാനിക്കുന്നത് ഭഗവാൻ കാര്യങ്ങൾ ചിലത് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം ലോകക്രമം മാറ്റിയേ പറ്റൂ. പടിഞ്ഞാറിനെ തള്ളിയിട്ട് ഏഷ്യ പവർഫുൾ ആവണം. ഒരു കാലത്ത് ഉണ്ടായ പോലെ. അതിന് ഇന്ത്യ ചൈന റഷ്യ വരണം. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഉപകരണമായിട്ട് ഭഗവാന്റെ തീരുമാനത്തിന്റെ ഇതായിട്ടാണ് ഇപ്പൊ നമ്മുടെ യാത്രയല്ല മാർക്കയുടെ യാത്ര. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള യാത്ര ഇപ്പൊ ഞാൻ ഈ 2 സ്ഥലത്ത്. തായ്വാൻ യാത്ര എന്നത്തേക്കാണ്? ഈ സെപ്റ്റംബർ ലാസ്റ്റ് ആയിട്ട് പോകും. അവിടെ എന്തെങ്കിലും ചെയ്യാൻ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ? അവിടെ പോയി പ്രാർത്ഥിക്കുക. നമ്മളെല്ലാവിടെ ചെല്ലുമ്പോൾ ഒരു മെഡിറ്റേഷൻ, പ്രാർത്ഥന, എനർജി റിസീവ് ചെയ്യുക. അവിടെയുള്ള ചില എനർജികൾ ഓപ്പൺ ചെയ്യുക. അവിടെ എവിടേക്ക് പോകുന്നു എന്നുള്ള ഒരു ധാരണയൊന്നുമില്ല. അവിടെ അത് കറക്റ്റ് അവിടെ എത്തും. ഞാനൊരു സംശയം, പല സ്ഥലങ്ങളിലും നമ്മൾ ഇതിനു മുമ്പ് കെട്ടറിവ് മാത്രമുള്ള സ്ഥലങ്ങൾ, ഇപ്പോ അരുണാചൽ പ്രദേശിൽ പോകുന്നു, അവിടെ എവിടെ പോകണമെന്നറിയില്ല. അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പോകേണ്ട സ്ഥലം കണ്ടെത്തുന്നത്? നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും ആ ദിവസങ്ങളാകുമ്പോഴേക്കും നമുക്കത് നമ്മൾ തേടി വരും. അത് അങ്ങനത്തെ ഒരു അനുഭവം പറയാമോ? ഒരുപാടുണ്ട്. ഏതെങ്കിലും ഒരുപാടുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ പോകാൻ പറ്റുന്നത്. അതിങ്ങനെ മനസ്സിൽ കിടക്കുന്ന, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് എല്ലാം പറഞ്ഞു അവിടെ ചെല്ലും. പിന്നെ ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല. അന്ന് നമ്മൾ യൂറികക്കാരന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്തവരുണ്ടാവാം. വേറൊരു സംഭവം പറഞ്ഞാല് പിന്നെ ഗോബി ഡെസർട്ടില്, മംഗോളിയയിൽ ഗോബി ഡെസർട്ടിൽ എത്തിയത്. മംഗോളിയ എത്തിയിട്ട് എങ്ങനെയാണ് ഗോബി ഡെസർട്ട്, കാരണം അത്രയധികം കിലോമീറ്റർ കടന്നു പോകണം അവിടെ എത്തണം. അവിടെ എത്തി ഗോബി മരുഭൂമി, മംഗോളിയ. അങ്ങനെ തണുത്ത മരുഭൂമിയാണ് ഗോബി. നമ്മൾ മരുഭൂമി എന്ന് പറയുമ്പോൾ ചൂടാണല്ലോ, മണലൊന്നുമില്ല. ഗോബി മരുഭൂമി എന്ന് പേരേ ഉള്ളൂ, പക്ഷെ ഏറ്റവും തണുത്തുറഞ്ഞ സ്ഥലമാണ്. അവിടെ ഈ ഗോബി മരുഭൂമിയിൽ എവിടെയോ ഒരു കവാടമുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കവാടത്തിലൂടെ കടന്നു പോയാൽ നമ്മൾ അടുത്ത ഡയമെൻഷനിലേക്ക് പോകും. അവിടേക്ക് തന്നെയാണ് എത്തിച്ചത്. അവിടെ പോയില്ലേ? അവിടേക്ക് തന്നെയാണ് സംബാല, അവിടേക്ക് തന്നെയാണ്, ആ ഗേറ്റിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ അതേപോലെ ജപ്പാനിലെ ക്യോട്ടോ ടെമ്പിളില്, അതിന്റെ മുകളിലേക്ക്, അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ എത്തിക്കുക എന്ന് പറയില്ലേ. അവിടെ ഈ ക്യോട്ടോയിലൊക്കെ രസമായിട്ടുള്ള സംഭവം. നമ്മുടെ ക്യോട്ടോ ലോകസമാജത്തില് ബാബാജിയുടെ പവർഫുൾ വരുന്നു. ഈ ക്യോട്ടോയ്ക്ക് തന്നെ അങ്ങനെ ഹിസ്റ്ററി ഉണ്ട്. 2ാം ലോകമഹായുദ്ധത്തില് അമേരിക്ക അണുബോംബിടാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലം ക്യോട്ടോ. അത് ഒപ്പിടേണ്ട ആള് ഹണിമൂൺ അവിടെ ആഘോഷിച്ച കാരണം അത് വെട്ടിയിട്ട് ഹിരോഷിമാക്കി എന്ന് പറയുന്നു എന്നൊരു കഥയുണ്ട്. അപ്പൊ ഇത് വെറുതെ നടക്കുന്നതല്ല ഇതൊക്കെ. അപ്പൊ നമ്മൾ അതിന്റെ ഒരു റൂട്ട് പിടിച്ചു പോകുമ്പോൾ നമ്മൾ ഇത്രയും കുറെ അത്ഭുതങ്ങളിലൂടെ സഞ്ചരിക്കാം. അപ്പൊ ഇതേപോലെ തായ്വാനിലും യശീദികളുടെ അമ്പലത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടുക എന്നുള്ളത് ഇനിയുള്ള യാത്രകളിലും അറിയില്ല. അതെ, ഓരോ സ്ഥലത്ത് സ്പിറ്റി വാലിയില് ആ അശോകാൻ 9 പേരുടെ അടുത്ത് എത്തിപ്പെട്ടത്, അതൊക്കെ എന്താ പറയാ, എത്തിപ്പെടും. നമ്മളതിന് തയ്യാറാവുക, പോവുക എന്നുള്ളതാണ്. അല്ല, അവിടെ പോയി പ്രാർത്ഥിക്കുക, അവിടെ നിന്നുള്ള ഊർജം സ്വീകരിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ പലയിടത്ത് പോകുന്നു, എന്താണ് ഈ യാത്രകളുടെ അവസാനം, എന്താണ് ഭഗവാൻ ബാക്കി വെച്ചിട്ടുള്ളത്? നമ്മളിപ്പോൾ ചെയ്യണ ഇപ്പൊ നമ്മളൊരു യാഗം നടത്തുമ്പോൾ അതിന്റെ റിസൾട്ടുകൾ കാണില്ലേ. യിങ്യാങ് നടത്തണം, ഇന്ത്യ ചൈന റഷ്യ.
നമ്മൾ ചെറിയ ഒരു യാഗം നടത്തി എന്തെങ്കിലും പറഞ്ഞിട്ടല്ല ചെയ്യണത്, സ്പെസിഫൈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ചെയ്യണത്. ഇല്ലെങ്കിൽ നമ്മുടെ ആത്മീയത പറയുമ്പോൾ അങ്ങയുടെ ജീവിതത്തിൽ ഇത്ര വർഷത്തിൽ ഇങ്ങനെ സംഭവിക്കുക, അതിനുവേണ്ടി പൂജ ചെയ്യണമെന്നല്ല, ലോക ചരിത്രത്തിൽ മാറ്റം മറിക്കുന്ന ഒരു സാധനമാണ് ഭഗവാൻ പറയണത്. ഈ അങ്ങ് യാഗം ചെയ്യുക, ഇന്ന രീതിയിൽ ചെയ്യുക, ഇന്ന സ്ഥലത്തേക്ക് പോയിട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടേക്കൊക്കെ സൗത്ത് കൊറിയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, അവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അവിടുന്ന് യാഗം ചെയ്യുമ്പോൾ ഇന്ന റിസൾട്ട് ഉണ്ടാവും. അത് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് റിസൾട്ട്. ഞാൻ ഈ LMRKയിൽ കണ്ടിട്ടുള്ള 2 പ്രത്യേകതകൾ എന്താണെന്നറിയോ? ഒന്ന് ഞാൻ നമ്മുടെ പഴനി യോഗത്തിൽ പറഞ്ഞു, ഒന്ന് LMRKയിൽ കാണിക്കപ്പെട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഴനി യാഗത്തിൽ നമ്മൾ പറഞ്ഞു, അപ്പോൾ ഒരു പ്രാർത്ഥന, പൂജ, യാഗം, ഹോമം എന്തുമാവട്ടെ, നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും എല്ലാം മാറാൻ വേണ്ടി, അല്ലെങ്കിൽ സമ്പത്തുണ്ടാകാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് യാഗം നടത്തും. പഴനിയിൽ നമ്മൾ പറഞ്ഞത് എന്താ? ഇത് ആർക്കും വ്യക്തിപരമായി നേട്ടം ഉണ്ടാവാനല്ല, മറിച്ച് ഇന്ത്യൻ സൈന്യത്തിന് കരുത്ത് കിട്ടാൻ വേണ്ടി ഒരു യാഗം. എന്നിട്ട് ഭാരത് മാതാ കി ജയ് എന്നും ജയ് ഹിന്ദ് എന്നും പറഞ്ഞു. അങ്ങനെ ഒരു ആത്മീയ വേദിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പൂജയോ യാഗമോ ഹോമമോ ഒന്നും നടത്തുന്ന വേറൊരു സംഘടനയും ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഞാൻ LMRKയിൽ കാണുന്ന 2 പ്രധാനപ്പെട്ട വിശേഷം. അല്ല, ഇത് നമ്മളിപ്പോ അന്ന് നടത്തിയ യാഗം പോലും ഇത് യുദ്ധം ഉണ്ടാവും അറിഞ്ഞിട്ട് നടത്തിയ. അതെ അതെ, ഇതിനൊക്കെ എത്രയോ മുമ്പ് നമ്മൾ തീരുമാനിച്ചതാണ്. ഭഗവാൻ പറയാണ് മുരുകസേനയ്ക്ക് വേണ്ടി ഒരു യാഗം. അത് നടത്തുന്ന ദിവസം കൂടി ഉണ്ട്, മെയ് 1. അതിന്റെ ഇടയിലാണ് പഹൽഗാം ഉണ്ടാവണത്. അതിന് മെയ് 1 തലേദിവസമാണ് പഹൽഗാം. അതിന് മുമ്പുണ്ടായി. അതിനു മുമ്പ്, അതായത് നമ്മളിത് പ്രഖ്യാപിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതാണ് അത് നമ്മുടെ യാഗത്തിന് ശേഷം. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ ഈ യാഗം പ്രഖ്യാപിക്കുമ്പോൾ, അഗ്നിഹോമം പ്രഖ്യാപിക്കുമ്പോൾ ഒന്നുമില്ല. ഇല്ല. അന്നേ നമ്മൾ ഒരു ഹോമം നടത്താൻ 2-3 മാസത്തെ ഒരുക്കം വേണമല്ലോ. അപ്പൊ അന്ന് നമ്മുടെ ഇന്റർവ്യൂലാണ് നമ്മൾ അന്ന് ആദ്യം പറയുന്നത് അഗ്നിഹോമം നടത്താൻ പോകണം മെയ് 1. അതിന് എന്തിനു വേണ്ടി നടത്തണമെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ നടത്താൻ പറയണത് സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി, ചാണക്യന് വേണ്ടി, ആസാദിന് വേണ്ടി, മുരുകസേനയ്ക്ക് വേണ്ടി. ചാണക്യന്റെ ചിത്രം കൊണ്ടുവരണം നമ്മൾ പറഞ്ഞിരുന്നു, നമ്മളെ കൊടുക്കുകയും ചെയ്തു. മുരുകസേനയ്ക്ക് വേണ്ടിയിട്ട് യാഗം നടത്തുന്നു. അന്ന് നമ്മുടെ ഈ സേനയുടെ ഒരു ആവശ്യം നമ്മള് ചരിത്രത്തിൽ വന്നിട്ടില്ല. പക്ഷെ ആ ഡേറ്റ് ഭഗവാൻ പറയുന്നത് മെയ് 1 ചെയ്യാനാ. മെയ് 1 ചെയ്യുന്നതിന്റെ തലേ ദിവസമാണ് പ്രധാനമന്ത്രി പറയുന്നത് നമ്മുടെ സേനയ്ക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു, എന്ത് വേണമെന്ന് സൈന്യത്തിന് തീരുമാനിക്കാം. അതിന്റെ അടുത്ത ദിവസമാണ് നമ്മുടെ സേനയ്ക്ക് വേണ്ടി യാഗം നടത്തുന്നത്. അടുത്ത 4 ദിവസത്തിനുള്ളിൽ അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്യണം. ഇത് എത്ര ഭഗവാന്റെ 7-ാം തീയതി ഭഗവാന്റെ എത്ര ഇതായിട്ടാ വരുന്നത്. അപ്പൊ എല്ലാമാർക്കുടെ സ്പിരിച്വാലിറ്റി ദേശീയതയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ല, ഈ ദേശം നന്നാവുമ്പോൾ ഓരോ വ്യക്തിയും നന്നാവും. അതെ, അതുകൊണ്ടാണ് ഒരു ദേശസ്നേഹികൾക്ക് നമ്മളോട് സ്നേഹം. ദേശത്തോട് സ്നേഹം ഇല്ലാത്തവർക്ക് ദ്വേഷവും ഉണ്ട്. അത് സ്വാഭാവികമായി ഉണ്ടായി വരും. അത് നമ്മളത് ഗൗരിക്കേണ്ട കാര്യമില്ല. ഞാനും ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാനിത് പറയാറുമില്ല. കാരണം അത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു, ഭാരതത്തിന് വേണ്ടി, ഇന്ത്യ എന്നല്ല ഞാൻ പറഞ്ഞത്, ഭാരതത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വന്നു ചേരുന്ന കാര്യങ്ങളൊക്കെ വന്നു ചേരണം. വന്നു ചേർന്നില്ലെങ്കിലാണ് നമുക്കെന്തോ കുഴപ്പമുണ്ടെന്ന്. അല്ല, അത് കൂടി വരും. അത് ഉറപ്പായിട്ടും വരും. അല്ല, അതിന് ചില സംഭവങ്ങൾ ഉണ്ടായി. നമുക്ക് അത് അടുത്ത പ്രാവശ്യം സംസാരിക്കാം. ആവട്ടെ. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ഭഗവാൻ മുരുകനെ കുറിച്ചുള്ള നമ്മുടെ വർത്തമാനം തുടരുകയാണ്. അടുത്ത എപ്പിസോഡും ഉറപ്പായും കാണുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.